ഹെവൻലി മെലോഡീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് ബഹുമാനപ്പെട്ട ജെയ്സ് പൂതക്കുഴി അച്ഛനാണ്. ഏറെ സ്നേഹത്തോടെ അച്ഛനെ സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ അച്ഛൻ വിശുദ്ധ ബലിയെപ്പറ്റി നല്ല രീതിയിൽ അച്ഛൻ്റെ അനുഭവത്തിലൂടെയൊക്കെ നമുക്ക് എത്രയോ പ്രാധാന്യമുള്ളതാണ് ബലി എന്ന് നമുക്ക് മനസ്സിലാക്കി തന്നു. അച്ഛൻ്റെ അനുഭവത്തിലൂടെ ബലിയെ എത്രമാത്രം സ്നേഹിക്കുന്ന, ഒരുപക്ഷെ പ്രണയിക്കുന്ന ഒരു വൈദികനാണ് നമ്മുടെ കൂടെയുള്ളത്. അച്ഛാ, ഇനി ഒരുപാട് കാര്യങ്ങൾ കേൾക്കാനുണ്ട്. അച്ഛൻ്റെ ദൈവവിളി തന്നെ ലേറ്റായിട്ടാണ് എന്നറിയാം. അതിനുമ്പ് കുടുംബത്തെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ അച്ഛന് ഇപ്പോൾ സേവനം ചെയ്യുന്ന ഇടവക, അതൊക്കെ ഇനി കേൾക്കാനുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്കൊരു പാട്ട് കേട്ട് ഈ എപ്പിസോഡ് നമുക്ക് ആരംഭിക്കാം. തീർച്ചയായും അച്ഛാ, ഒരു വിശുദ്ധ കുർബാന സ്വീകരണ ഗാനം ഈ കഴിഞ്ഞ ഇടയ്ക്ക് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മാത്രം ഇറങ്ങിയതാണ്. കെസ്റ്റർ വോയിസ് കൊടുത്ത പാട്ട് ബ്രദർ അനിൽ മലപ്പുറം എഴുതി അനൂപ് തൊടുപുഴ ഓർക്കസ്ട്രേഷൻ ചെയ്ത പാട്ടാണ്. ദിവ്യകാരുണ്യമേ, ആത്മസായുജ്യമേ, ഹൃദയത്തിൽ വാഴാൻ വരൂ, തിരുജീവൻ നൽകാൻ വരൂ. തിരുവോസ്തിയായ എന്നിൽ വന്നിടുമ്പോൾ അറിയുന്നു നിൻ സ്നേഹം ഞാൻ. തിരുമുൻപിലെല്ലാം മറന്നിന്നു ഞാൻ നിൽക്കുന്നു നിൻ സ്വന്തമായി. ഈശോയേ, എൻ്റെ ഈശോയേ. അലിയുന്ന അപ്പമായി വന്നെന്നുള്ളിൽ അതിരറ്റ കാരുണ്യമേകിടുന്നു. അലിവുള്ള നിൻ തിരുഹൃദയത്തിൽ നീ അനുകമ്പയോടെന്നെ ചേർത്തിടുന്നു. അനുഗ്രഹമൊഴുകുമി കൂദാശയെ അനുഭവിച്ചിടുന്നു ഞാൻ. അനുഗ്രഹമൊഴുകുമി കൂദാശയെ അനുഭവിച്ചിടുന്നു ഞാൻ. ഓ എൻ്റെ ഈശോയേ, നിൻ സ്നേഹമോർത്തെന്നും പാടും ഞാൻ സ്തുതിഗീതം നിൻ സന്നിധിയേ. ഓ എൻ്റെ ഈശോയേ, നിൻ സ്നേഹമോർത്തെന്നും പാടും ഞാൻ സ്തുതിഗീതം നിൻ സന്നിധിയേ.
എരിയുന്ന ഹൃദയത്തിൽ കുളിരേകുവാൻ, ഏകനായിടുമ്പോൾ ബലമേകുവാൻ, എന്നാത്മം കൊതിക്കുന്ന സ്നേഹിതനായി എന്നോടു കൂടെന്നും വാഴുന്നു നീ. ഏകുന്നു ഞാൻ എന്നെ പൊന്നേശുവേ, എന്നെ നിൻ കൈകളിൽ. ഏകുന്നു ഞാൻ എന്നെ പൊന്നേശുവേ, എന്നെ നിൻ കൈകളിൽ. ഓ എൻ്റെ ഈശോയേ, നിൻ സ്നേഹമോർത്തെന്നും പാടും ഞാൻ സ്തുതിഗീതം നിൻ സന്നിധിയേ. ഓ എൻ്റെ ഈശോയേ, നിൻ സ്നേഹമോർത്തെന്നും പാടും ഞാൻ സ്തുതിഗീതം നിൻ സന്നിധിയേ. ദിവ്യകാരുണ്യമേ, ആത്മസായുജ്യമേ, ഹൃദയത്തിൽ വാഴാൻ വരൂ, തിരുജീവൻ നൽകാൻ വരൂ. തിരുവോസ്തിയായ എന്നിൽ വന്നിടുമ്പോൾ അറിയുന്നു നിൻ സ്നേഹം ഞാൻ. തിരുമുൻപിലെല്ലാം മറന്നിന്നു ഞാൻ, നിൽക്കുന്നു നിൻ സ്വന്തമായി. ഓ ഈശോയേ, എൻ്റെ ഈശോയേ. ഓ എൻ്റെ ഈശോയേ, നിൻ സ്നേഹമോർത്തെന്നും പാടും ഞാൻ സ്തുതിഗീതം നിൻ സന്നിധിയേ. ഓ എൻ്റെ ഈശോയേ, നിൻ സ്നേഹമോർത്തെന്നും പാടും ഞാൻ സ്തുതിഗീതം നിൻ സന്നിധിയേ. അച്ഛൻ നല്ല നല്ല എനർജിയുള്ള പാട്ട്. താങ്ക് യു ആ അച്ഛാ. കോറസൊക്കെ വരുമ്പോൾ എന്തോ ഒരു എഫക്റ്റ് നമ്മൾ അറിയാതെ തന്നെ ഇങ്ങനെ. സാധാരണ കുർബാന സ്വീകരണം സോഫ്റ്റ് ആയിട്ടാണ്, ഇത് സോഫ്റ്റിലാണ്, പക്ഷേ ഒരു എനർജി ഭംഗിയായിട്ടുണ്ട്. കുറച്ച് പിന്നെ ആ tempo ഉള്ള പാട്ടാണ്. ടെമ്പോയുള്ള പാട്ടാണ്. പിന്നെ തിരുവോസ്തിയ എന്നൊക്കെ പറഞ്ഞ ഹൈ വെർഷനിലേക്ക് എടുപ്പൊക്കെ നല്ല സൂപ്പർ, നല്ല ഫീലായിരുന്നു. താങ്ക് യു അച്ഛാ. ദൈവത്തിന് സ്തുതി. നന്നായിട്ടുണ്ട് അച്ഛൻ, നന്നായിട്ടുണ്ട്. താങ്ക് യു. ഇനി ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്. അച്ഛന് 2 എപ്പിസോഡ് കഴിഞ്ഞു, പക്ഷേ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ, ഫാമിലി എവിടെയാണ്, പിന്നെ പ്രധാനമായിട്ട് അതിലേക്ക് കണക്ട് ചെയ്ത് ഞാൻ പറയില്ല, ലൊക്കേഷൻ ഇച്ചിരി ലേറ്റായിട്ടാണ് കുറച്ചധികം. അപ്പം ആ ദൈവവിളിയുടെ കാര്യം കൂടി ഞങ്ങൾക്ക് അറിയണം. പറയാം അച്ഛാ. ഇപ്പം നമ്മളിപ്പം കേട്ട പാട്ടും എന്താ പറയണ്ടേ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പാടില്ല ഒരു ആത്മാവിൻ തിരുഭോജ്യം, അത് പ്രൊഡ്യൂസ് ചെയ്ത ജിൻസ് തന്നെയാണ് ഇതും പ്രൊഡ്യൂസ് ചെയ്തത്. ഈ പാട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്ത ഒരു ജെയ്സൺ കുഴിവേലിൽ, അദ്ദേഹം കഴിഞ്ഞ ജൂലൈയിൽ മരിച്ചുപോയിരുന്നു. എൻ്റെ കൂടെ പുതിയിടംകുന്ന് ഇടവകയിൽ ശുശ്രൂഷ ചെയ്ത ആളാണ്, സെക്രട്ടറിയൊക്കെ ആയിട്ട്. എൻ്റെ സഹോദര തുല്യനായിരുന്നു. അപ്പം അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഇത് സമർപ്പിച്ചൊക്കെ. ഇതിൻ്റെ വിഷ്വൽ ക്രിയേഷൻ ചെയ്തിരുന്നു. അത് MSMI സഭയിലെ സിസ്റ്റർ സെബി ആണ് അതിൻ്റെ വിഷ്വൽ ഡയറക്ഷനെല്ലാം ചെയ്തത്. അങ്ങനെ അനുഗ്രഹദായകമായിട്ട് ജെയ്സൻ്റെ മകൾ ഇതിനകത്ത് അഭിനയിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ അനുഗ്രഹദായകമായിട്ട് തീർന്ന ഒരു കാര്യം. ഈ ജെയ്സനെ കുറിച്ച് പറഞ്ഞാൽ എൻ്റെ വീടൊക്കെ ആയിട്ട് തന്നെ ബന്ധമുണ്ട്. കാരണം പൊതുവെ ഞാനിങ്ങനെ ഇടപെടുന്ന ഇടവകയിലെ ആളുകൾക്കൊക്കെ എൻ്റെ വീടുമൊക്കെ ആയിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഒരു ബന്ധമൊക്കെ വരുന്നുണ്ട്. എൻ്റെ വീടിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വീട്ടിൽ ഞങ്ങൾ 4 മക്കൾ, ചാച്ചനമ്മ, 4 മക്കൾ, ഞാൻ ഏറ്റവും ഇളയാൾ. മൂത്തതെല്ലാം സഹോദരിമാരാണ്. മൂത്ത ചേച്ചി ഇപ്പോൾ ദോഹയിൽ വർക്ക് ചെയ്യാണ്. രണ്ടാമത്തെ ചേച്ചി വീട്ടിൽ തന്നെയുണ്ട്, ചാച്ചനോടും അമ്മയോടും കൂടെയുണ്ട്. ചേച്ചി ഇങ്ങനെ സ്കൂൾ കൗൺസിലറൊക്കെയാണ്. മൂന്നാമത്തെ ചേച്ചി US കാലിഫോർണിയയിൽ ജോലി ചെയ്യുന്നു. അവരും കുടുംബമൊക്കെ അവിടെ തന്നെയാണ്. അപ്പം അങ്ങനെയാണ് ഞങ്ങളുടെ കുടുംബം. മൂത്ത ചേച്ചിക്ക് കൊച്ചുമക്കളുണ്ട്. അപ്പം അങ്ങനെ എല്ലാവരും സന്തോഷമായിട്ട് കഴിയുന്നു. ചാച്ചനിപ്പോൾ 92 വയസ്സ്. എന്നാലും ചാച്ചൻ്റെ അമ്മയുടെയൊക്കെ അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ, അവരിലൂടെയുള്ള ഞങ്ങൾക്കുള്ള അനുഗ്രഹം എന്ന് വെച്ചാൽ, ഇപ്പോഴും എല്ലാ ദിവസവും പള്ളിയിൽ പോവും. ഇപ്പോഴും ചാച്ചന് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ചാച്ചൻ പള്ളിയിൽ പോകുന്നുണ്ട്, മിക്ക ദിവസങ്ങളിലും.
പിന്നെ എൻ്റെ ഇടവകയുണ്ട്. ഞാൻ ഏത് ഇടവകയിലാണോ ആ ഇടവകയ്ക്ക് വേണ്ടി അവർ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം ചാച്ചൻ ഇപ്പം ഇച്ചിരി ഓർമ്മക്കുറവൊക്കെ ഉണ്ട്, 92 വയസ്സായെങ്കിലും ഇപ്പോഴും ഒരു രക്തക്കണ്ണീർ ജപമാല വാഗേരി ഇടവകയ്ക്ക് വേണ്ടിയിട്ടാണ്, ഇപ്പം ഞാനുള്ള ഇടവകയ്ക്ക് വേണ്ടിയിട്ട്. ചെറുപ്പം മുതൽ എനിക്ക് പക്ഷേ അങ്ങനെ അച്ഛനാണെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്ന ആഗ്രഹമൊക്കെ ചിലപ്പം രൂപപ്പെട്ടത് ചാച്ചൻ്റെ അനുജന്മാർ 2 പേര് അച്ഛന്മാരുണ്ട്, അവരിൽ നിന്നൊക്കെ അറിയാം. അവരൊക്കെ അവധിക്ക് വരുന്നു. അപ്പോൾ അവരൊക്കെ അവധിക്കൊക്കെ വീട്ടിലേക്ക് വരുന്നത് നമ്മളിങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. ഒന്ന് ജോർജ് ജേക്കബ് പൂതക്കുഴി CST സഭയിലെ അച്ഛനാണ്. അച്ഛനൊരു ധ്യാനഗുരുവും ഒക്കെയാണ്. അച്ഛനിപ്പം മലയാറ്റൂരാണ് ശുശ്രൂഷ ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ അനിയൻ എന്ന് പറഞ്ഞാൽ തോമസ് വില്യം പൂതക്കുഴി CMI സഭയിലാണ്, ജഗദൽപൂർ പ്രൊവിൻസിലാണ്. അദ്ദേഹം മരിച്ചുപോയി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ഇവരുടെയൊക്കെ സാന്നിധ്യം വലിയൊരു പ്രചോദനമായിരുന്നു. അപ്പോൾ എന്താണ്, കുഞ്ഞുനാൾ മുതൽ തന്നെ അച്ഛനാവണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എന്നെ ആരും പ്രോത്സാഹിപ്പിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഞാൻ ഒറ്റയായതുകൊണ്ടായിരിക്കും. ഞാൻ 7ാം ക്ലാസ്സിൽ ആയപ്പോൾ ഞാൻ മെല്ലെ ഡോൺ ബോസ്കോ സലേഷ്യൻ അച്ഛന്മാരുടെ അപ്പോസ്റ്റോളിക് സ്കൂളിൽ ചേരാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. അന്ന് എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വഴക്ക് പറഞ്ഞു. പിന്നെ ഒരു കാര്യം തന്നെ ചെയ്യാൻ അറിയത്തില്ല, അപ്പോഴാണ് സെമിനാരി ചേരാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വഴക്ക് പറഞ്ഞു. അങ്ങനെ അത് തളർത്തി. 10ാം ക്ലാസ്സിൽ ആയപ്പം ഞാൻ ഈ കോഴിക്കോട് രൂപതയിലാണല്ലോ വേദപാഠം പഠിച്ചിരുന്നൊക്കെ. അപ്പം അന്ന് ഞാൻ മാക്സ്വൽ നെറോണ പിതാവിനോട് ചോദിച്ചു ഇങ്ങനെ സെമിനാരി ചേരാൻ വേണ്ടിയിട്ട്. അപ്പോഴും ഒരു പ്രതിസന്ധി, ഞാനപ്പോൾ സീറോ മലബാറുകാരനാണെന്നുള്ളതായിരുന്നു ഒരു പ്രതിസന്ധി ആയിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെ അങ്ങ് പോയി. പിന്നെ ഞാൻ CMI സഭയിൽ ചോദിച്ചായിരുന്നു. അപ്പം ഒറ്റ മോനായതുകൊണ്ട് അപ്പോൾ എടുക്കുന്നില്ല. അങ്ങനെ പിന്നെ ഞാൻ പ്രീ ഡിഗ്രിക്ക് ചേർന്നു. ബത്തേരി സെൻറ്റ് മേരീസ് കോളേജിലാണ് പ്രീ ഡിഗ്രി പഠിച്ചത്. അത് ഒക്കെ അങ്ങനെ ആ കാലഘട്ടമൊക്കെ അങ്ങനെ പോയി. പിന്നെ ഞാൻ ഡിഗ്രി ചെയ്തു. ഡിഗ്രി ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഈ പൂതക്കുഴി അച്ഛനോട്, ചാച്ചൻ്റെ അനിയൻ CST സഭയിലുള്ള അച്ഛനോട് ഞാൻ പറഞ്ഞു ഞാൻ സെമിനാരി ചേരാനായിട്ട് ആഗ്രഹിക്കുകയാണ്, എന്തായാലും രൂപതയിൽ ഞാൻ ചേരുന്നു, എനിക്കൊരു ഇടവക വൈദികനാകണം എന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ എനിക്ക് തന്നു, എന്തായാലും നീ ഇത്രയും കാലമായി ഡിഗ്രിയൊക്കെ പഠിച്ചു, നീ ഒരു 3 കൊല്ലം എടുത്ത് ആലോചിക്കാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ആലോചിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു കോഴ്സിന് ചേർന്നു, ഒരു ഇലക്ട്രോണിക്സ് ഡിപ്ലോമ കോഴ്സിന്. അത് തൃശ്ശൂരിലെ മണ്ണൂത്തിയിലെ ഡോൺ ബോസ്കോ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ചേർന്നത്. അപ്പോൾ ഡോൺ ബോസ്കോ അച്ഛന്മാരുടെ കൂടെയായിരുന്നു. അപ്പോൾ അവിടെയാണ് അത് ചേർന്നതൊക്കെ. അപ്പം അങ്ങനെ അവിടെ പഠിച്ചു. അതിനുശേഷം 1 വർഷം കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഡിപ്ലോമ എടുത്തു. പിന്നെ ചെറിയൊരു ജോലി കിട്ടി. പക്ഷേ ആ 3 വർഷം കൊണ്ട് ഞാൻ വീണ്ടും അച്ഛനാവേണ്ടി തന്നെ തീരുമാനമെടുത്തു. അപ്പം അങ്ങനെ ഒരു ചിന്തയിൽ വന്നിട്ട് എമ്മാനുവൽ പോത്തനാമണി പിതാവിനോട് പറഞ്ഞ, പിതാവെ ഇങ്ങനെ സെമിനാരിയിൽ ചേരാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ പിതാവിനോട് നീ ക്യാമ്പൊന്നും കൂടണ്ട, ഇന്ന ദിവസം വന്ന് ഇൻ്റർവ്യൂവിന് കൂടിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഒരു ജൂൺ 8-ാം തീയതി 1998 ജൂൺ 8-നാണ് ഞാൻ ഇൻ്റർവ്യൂ ചെയ്തത്. ജൂൺ 18-ന് മൈനസ് സെമിനാരിയിൽ പ്രവേശിച്ചു. അന്നൊരു തിരുഹൃദയ തിരുനാൾ ദിനമായിരുന്നു. അന്നാണ് മൈനസ് സെമിനാരിയിൽ പ്രവേശിച്ചത്. 2006 ഡിസംബർ 27-ന് തിരുപ്പട്ടം സ്വീകരിച്ചു. അഭിമന്യ ജോസ് പിതാവിൻ്റെ കൈവഴിയായിട്ടാണ് തിരുപ്പട്ടം സ്വീകരിച്ചത്. പിന്നെ ഞാൻ അസംഷൻ പള്ളിയിൽ, ബത്തേരി അസംഷൻ പള്ളിയിൽ കൊച്ചച്ഛനായിട്ട് ശുശ്രൂഷ ചെയ്തു 5 മാസം. പിന്നെ ഞാൻ ചാന്ത രൂപതയിലേക്ക് പോയി. ചാന്ത രൂപതയിൽ ആ ഒരു മിഷൻ അനുഭവം എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹകരമായ അനുഭവമായിരുന്നു. ഞാൻ വിചാരിക്കുകയാണ് ചിലപ്പോൾ അവിടെയൊന്നും പോയി അങ്ങനെ ജീവിച്ചില്ലായിരുന്നു, ചിലപ്പം ഞാനിങ്ങനെ ഒരു സാധാരണ രീതിയിൽ കുർബാനയൊക്കെ ചൊല്ലി അങ്ങനെ അത്യാവശ്യം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു അങ്ങനെയൊക്കെ ജീവിച്ചു പോകാനെ. ചിലപ്പോൾ ഒരു വചനപ്രഘോഷകൻ തന്നെ ആകില്ലായിരുന്നു എനിക്കെന്ന് തോന്നുന്നു. അവിടുത്തെ അനുഭവം ശരിക്കും ഭയങ്കര ദൈവിക സംരക്ഷണത്തിൻ്റെ ഇടവയിലേക്കായിരുന്നു. അവിടെ ഒരു ഇടവകയിൽ, അവിടെ ആദ്യം മൈനസ് സെമിനാരി എന്നൊക്കെ പറഞ്ഞാൽ പോയത്. പക്ഷേ അവിടെ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരച്ഛനൊരു, അദ്ദേഹം മരിച്ചുപോയി, ലോറൻസ് ബുർല, എൻ്റെയൊക്കെ ബാച്ചുകാരനായിട്ടുള്ള അച്ഛനാണ്. അച്ഛൻ്റെ ഫാദറിൻ്റെയൊക്കെ നക്സലൈറ്റ്സ് വധിച്ചതാണ്. അപ്പം അച്ഛൻ അവിടെ വന്നപ്പോൾ അവരെ കണ്ടപ്പോൾ അച്ഛൻ്റെ ചെറിയൊരു ഭയമൊക്കെ തോന്നിയിട്ട് എന്നോട് ഇടയ്ക്ക് വിജയാനന്ദ പിതാവ് ആയിരുന്നു ഒന്ന്, പിതാവെന്ന് വിളിച്ചു ചോദിച്ചു അവിടെ പോകാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ആണ് ഞാൻ അങ്ങോട്ടേക്ക് പോയത്. ഒരു ഭാഷ അറിയില്ല, ഹിന്ദിയൊന്നും അറിയത്തില്ല. പിതാവിനോട് പറഞ്ഞു കുഴപ്പമില്ല, ഈ സ്കൂളിൽ കൂട്ടി വായിക്കാൻ പഠിച്ചിട്ടുണ്ടല്ലോ ഹിന്ദി അക്ഷരങ്ങൾ, കുർബാന എല്ലാം അത് മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അങ്ങനെ പോയതാണ്. ആദ്യമൊക്കെ ഞാൻ ഹിന്ദി കുർബാന ചെല്ലുമ്പോൾ ഒരു ഇട ദിവസത്തെ സാധാരണ കുർബാന ചെല്ലുമ്പോൾ ഒരു 50-55 മിനിറ്റ് എടുക്കുമായിരുന്നു. പിന്നീട് നമുക്കത് ശീലമായി. ദൈവം അനുഗ്രഹിച്ച് എന്തൊക്കെയാണെങ്കിലും സാധാരണ രീതിയിൽ സംസാരിക്കാനും പറയാനും അവിടുത്തെ ബെല്ലാർഷ കത്തീഡ്രൽ പള്ളിയിലൊക്കെ ഞാൻ ഹിന്ദിയിൽ ധ്യാനം കൊടുക്കാനായിട്ട് വരെ സാധിച്ചു അവിടെ ഉണ്ടായിരുന്ന സമയത്ത്. തമ്പുരാൻ ഒത്തിരി വളർത്തി. അത് മാത്രമല്ല ഒത്തിരി ദൈവ പരിപാലനയിലൂടെ കൊണ്ടുപോയി. 3 വർഷം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു. 1 വർഷം മണ്ഡ്യ രൂപതയിലുണ്ടായിരുന്നു. പിന്നീടാണ് പുതിയടംകുന്ന് ഇടവകയ്ക്ക് ശേഷം വെള്ളൂന്നി എന്ന് പറയുന്ന ഇടവകയിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. അത് കണ്ണൂർ ജില്ലയിലാണ്. അതിനുശേഷം
അവിടെ നിന്ന് ഞാൻ വാളേരി എന്ന് പറഞ്ഞ ഇടവക, കല്ലോടി ഒക്കെ അടുത്തുള്ള വയനാട്ടിലേക്ക് വീണ്ടും തിരികെ വന്നു. പിന്നീട് പാടിച്ചിറ ഇടവകയിൽ, പിന്നെ ഇപ്പോൾ ഉള്ള ഇടവകയിൽ വാഗേരി ഇടവക. വാഗേരി ഇടവകല്ലേ? വാഗേരി ഇടവക എന്ന് പറഞ്ഞാൽ ചെറിയ ഇടവക, 180. ഞാൻ അവിടെയാന്ന് കുർബാന. അതെ അതെ, നമ്മളൊക്കെ ഒരു ഫൊറോനയായിരുന്നു. അച്ഛൻ ചീരാലുള്ള സമയത്ത് നമ്മളൊരു ഫൊറോനയാണ്. അപ്പോൾ വാഗേരി ഇടവക. അപ്പം നമുക്ക് ഇപ്പോൾ ദൈവവിളി എത്തി നിൽക്കുന്നത് പിന്നെ ശുശ്രൂഷ മേഖലയും പിന്നെ വൈദിക സേവനവും എല്ലാം വാഗേരിയിൽ വന്ന് നിൽക്കുവാണ്. ഒരു പാട്ട് കേട്ട് നമുക്ക് എന്നിട്ട് ഇപ്പോഴത്തെ ഇടവക വിശേഷം അതിന് ശേഷം നമുക്ക് പങ്കുവെച്ചാൽ. ഓക്കെ ഓക്കെ അച്ഛാ. ദിവ്യകാരുണ്യമാകുമന്നീശോ തിരുവോസ്തിയായെന്നിലണയൂ. അപ്പമായി നീ എന്നിലലിയുന്ന നേരം എൻ മനം കുളിരണിയുന്നു. ദിവ്യകാരുണ്യമാകുമന്നീശോ തിരുവോസ്തിയായെന്നിലണയൂ. അപ്പമായി നീ എന്നിലലിയുന്ന നേരം എൻ മനം കുളിരണിയുന്നു. ശരീരത്താലൻ പാപത്തിൻ കറകൾ മായ്ക്കുനാഥ. നിൻ തിരുരക്ത ശരീരത്താലൻ പാപത്തിൻ കറകൾ മായ്ക്കുനാഥ. എന്നുമെന്നും അങ്ങേ തിരുമുഖഛായ ഹൃദയത്തിലേറ്റി സ്തുതിച്ചിടുന്നു. എന്നുമെന്നും അങ്ങേ തിരുമുഖഛായ ഹൃദയത്തിലേറ്റി സ്തുതിച്ചിടുന്നു.
തേടുന്നു ദിവ്യകാരുണ്യമാകുമന്നീശോ തിരുവോസ്തിയായെന്നിലണയൂ അപ്പമായി നീ എന്നിലലിയുന്ന നേരം എൻ മനം കുളിരണിയുന്നു അച്ഛാ എനർജിയുള്ള മറ്റൊരു ഗാനം. താങ്ക് യു അച്ഛാ. കുറേ മുമ്പ് ചെയ്തല്ലേ. നല്ല സൂപ്പറായിട്ടുണ്ട്. നല്ല എനർജി ഇട്ടിട്ട് കുർബാന സ്വീകരണത്തിൻ്റെ അച്ഛന് നല്ല എൻജോയ് ചെയ്താണ് അച്ഛൻ പാടുന്നത്. നല്ല എൻജോയ് ചെയ്ത് നല്ല ഭംഗിയായിട്ടാണ് അച്ഛൻ പാടുന്നത്. നന്ന സൂപ്പറായിട്ടുണ്ട് അച്ഛാ, അടിപൊളി. താങ്ക് യു അച്ഛാ. ദൈവത്തിന് സ്തുതി. അച്ഛാ നമുക്ക് ആ ഇടവകയുടെ ഞാനിപ്പോൾ വാഗേരി ഇടവക, അന്തോണിസ് പുണ്യാളുടെ നാമത്തിലുള്ള ഇടവക, ചെറിയ ഇടവകയാണ്, 180 വീട്ടുകാരേ ഉള്ളൂ. ഇപ്പം ഞാനിവിടെ 3 വർഷമായി. 3 വർഷം കഴിയുമ്പോൾ മാറേണ്ടതായിരുന്നു, പക്ഷേ മാറ്റമില്ല. കാരണം ദേവാലയ നിർമ്മാണമാണ്. ഞാനവിടേക്ക് വരുമ്പം എനിക്ക് എൻ്റെ മുൻഗാമിയായിരുന്ന ബഹുമാനപ്പെട്ട ലാൽ പൈനങ്കലച്ചൻ അവരെ ദേവാലയം നിർമ്മിക്കാനൊക്കെ ആയിട്ട് ഒരുക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ആ ഒരു സാഹചര്യത്തിലായിരുന്നു ഞാനും അങ്ങോട്ടേക്ക് വരുന്നത്. പക്ഷേ പെട്ടെന്ന് തന്നെ ഒരു ദേവാലയം നിർമ്മിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാനൊന്നും സാധിക്കില്ല. കാരണം ദേവാലയ നിർമ്മാണം എന്ന് പറഞ്ഞാൽ അങ്ങനെ നിസ്സാരമായ കാര്യമില്ലല്ലോ. എന്താണെങ്കിലും 1 വർഷം അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി. പിന്നെ കഴിഞ്ഞ 2 വർഷം ഇടവക ജനത്തെ ഒരുക്കി. ആദ്യത്തെ വർഷം അവരോട് പറഞ്ഞു, നമ്മൾ ദൈവത്തിൻ്റെ ആലയങ്ങളാകണം. എൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്, അപ്പം നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ആലയമാകണം. 2ാമത്തെ വർഷം അവരോട് പറഞ്ഞു, നമ്മുടെ കുടുംബം ദൈവത്തിൻ്റെ ആലയമാകണം. ഒരു ദമ്പതികൾക്ക് വേണ്ടി ഒരു ധ്യാനമൊക്കെ നടത്തി. അപ്പം കുടുംബം ദൈവത്തിൻ്റെ ആലയം. നമ്മൾ ദേവാലയമായി തീർന്നാൽ നമുക്ക് പള്ളി പണിയാൻ പറ്റും, മറ്റു പള്ളി. അപ്പം അതിനാണ് അങ്ങനെ ഒരുക്കിയത്. അപ്പോഴത്തേക്ക് അവരെല്ലാം ഒരുങ്ങി വിഹിതങ്ങളൊക്കെ തരാനൊക്കെ ഉള്ള ഒരുക്കങ്ങളിലൊക്കെ എല്ലാം ആയി. ആ ഒരു തലത്തിലായി. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞ ഒറ്റ കാര്യം, ഇനി നമ്മൾ പള്ളി പണിയണം. പണിതിട്ട് ആ പണിത പള്ളിയിലേക്ക് നോക്കിയിട്ട് പറയണം, അത് ഞാനാണ്. അങ്ങനെ പറയാൻ പറ്റണം. അവിടെയാണ് പള്ളി ഒരു പ്രാർത്ഥനയുടെയും ആരാധനയുടെയും ദൈവ സാന്നിധ്യ അനുഭവത്തിൻ്റെയൊക്കെ ഒരു ഇടമായി മാറുക. അപ്പം അങ്ങനെ അവർ ഒരുങ്ങി. കഴിഞ്ഞ ജൂൺ 1-ാം തീയതി അഭിമന്യ ജോസ് പിതാവ് പള്ളിക്ക് കല്ലിട്ടു. ദേവാലയ നിർമ്മാണം ആരംഭിച്ചിരിക്കുകയാണ്. അപ്പം പ്രത്യേകിച്ച് അച്ഛനും സ്നേഹമുള്ള പ്രേക്ഷകരെല്ലാവരും പ്രാർത്ഥിക്കണം. വാഗേരി ഇടവയ്ക്ക് വേണ്ടി നല്ലൊരു ദേവാലയം നിർമ്മിക്കാൻ, അതിലൂടെ ദൈവത്തിന് നാമമഹത്വപ്പെടാൻ, കർത്താവിന് സാക്ഷ്യമാകാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. എൻ്റെ ഇടവക ജനത്തിനും ദൈവജനത്തിനും ശുശ്രൂഷകളിൽ അനുഗ്രഹമാകാൻ. വാഗേരി ഇടവക അച്ഛൻ അറിയാലോ, ചുറ്റുപാടും കാടാണ്. കാടിനാൽ ചുറ്റപ്പെട്ട ഒരു ഇടവക. ഒരു കടുവ പ്രശ്നമൊക്കെ ഉണ്ടായ ഇടവകയാണ്. ദൈവം അനുഗ്രഹിച്ച അന്നത്തെ ആ ഒരു കടുവ ഒരു മനുഷ്യനെ പിടിച്ചതിന് ശേഷം ഞങ്ങൾക്ക് വലിയ വന്യമൃഗശല്യമൊന്നുമില്ല. അതിനുശേഷം തുടർച്ചയായിട്ട് കുർബാനയും കൊണ്ട് ഇടവക അതിർത്തിയിലൂടെയൊക്കെ പോകുന്ന പതിവൊക്കെ തുടങ്ങി. എന്താണല്ലോ ഒരു ദൈവാനുഗ്രഹപ്രദമായിട്ട് എൻ്റെ ഇടവകയ്ക്ക് ആ ഒരു സംരക്ഷണമുണ്ട്. ഇപ്പം പാടിയതുപോലെ അവിടുത്തെ കരുതലും സ്നേഹവും ഞാൻ കാണുന്നു, ദിവ്യകാരണത്തിലൂടെ അനുഭവിച്ചറിയുന്നു. അതുതന്നെയാണ് സാക്ഷ്യപ്പെടുത്താനുള്ളത്. ഒത്തിരി നന്ദി. ഹെവൻലി മെലഡീസിലേക്ക് എന്നെ വിളിച്ചതിന്, അച്ഛൻ്റെ കൂടെ ഈ ദിവസങ്ങളിൽ ഈ സമയങ്ങളിലൊക്കെ ആയിരിക്കാൻ സാധിച്ചതിൽ ഒത്തിരി നന്ദി, സന്തോഷമുണ്ട്. വിപിനച്ഛനും അന്വേഷണം കൊടുക്കുക. തീർച്ചയായും. അപ്പം എല്ലാ ദൈവാനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കും നന്ദി മാത്രമാണ് പറയാനുള്ളത്. പ്രത്യേകിച്ച് വാഗേരി ഇടവക നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഏറ്റെടുക്കണം. അച്ഛൻ ആരംഭിക്കാൻ പോകുന്ന പള്ളിപണി തീർച്ചയായും അത് യാതൊരു തടസ്സമൊന്നും കൂടാതെ, പ്രതിസന്ധിയൊന്നും കൂടാതെ ഭംഗിയാവും വെച്ചാൽ ഉടനെ തന്നെ പണിയെല്ലാം പൂർത്തിയാകട്ടെ. ഇടവജനങ്ങളൊക്കെ ഞങ്ങൾ സമർപ്പിച്ച് ഞങ്ങളുടെ ഹൃദയത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അച്ഛന് വേണ്ടി ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കും. കാരണം അത്ര പാട്ടുകളും അത്ര നല്ല അനുഭവങ്ങളാണ് എപ്പിസോഡുകളൊക്കെ അച്ഛൻ ഞങ്ങൾക്ക് നൽകിയത്. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ചിന്തകൾ അച്ഛൻ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് നൽകിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഒത്തിരി നന്ദി അച്ഛൻ. ഹെവൻലി മെലോഡീസിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. പുതിയ പാട്ടുകളും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.
വാക്കുകൾ പോരാ പോരാ നാഥ നിന്നെ ആരാധിക്കാൻ. വാക്കുകൾ പോരാ പോരാ നാഥ നിന്നെ ആരാധിക്കാൻ. ഭാഷകൾ പോരാ പോരാ രാജാവിനെ ആരാധിക്കാൻ. ഭാഷകൾ പോരാ പോരാ രാജാവിനെ ആരാധിക്കാൻ. യേശുവേ നിന്നെ കാണുവാൻ എൻ്റെ കണ്ണുകൾ പോരാ. യേശുവേ നിന്നെ കേൾക്കുവാൻ എൻ്റെ കാതുകൾ പോരാ. പാടിയിടുമേ മനമേ മനമേ, വാഴ്ത്തിയിടുവാനുണരൂ ഉണരൂ. പാടിയിടുമേ മനമേ മനമേ, വാഴ്ത്തിയിടുവാൻ ഉണരൂ ഉണരൂ. പാടിയിടുമേ മനമേ മനമേ, വാഴ്ത്തിയിടുവാൻ ഉണരൂ ഉണരൂ. പാടിയിടുമേ മനമേ മനമേ, വാഴ്ത്തിയിടുവാൻ ഉണരൂ ഉണരൂ. പാട്ടുകൾ പോരാ പോരാ നാഥ നിന്നെ ആരാധിക്കാൻ. പാട്ടുകൾ പോരാ പോരാ നാഥ നിന്നെ ആരാധിക്കാൻ. ആയുസ്സും പോരാ പോരാ രാജാവിനെ ആരാധിക്കാൻ. ആയുസ്സും പോരാ പോരാ രാജാവിനെ ആരാധിക്കാൻ. യേശുവേ നിന്നെ സ്നേഹിക്കാൻ എൻ്റെ സ്നേഹവും പോരാ. യേശുവേ നിന്നെ വർണ്ണിപ്പാൻ എൻ്റെ ചിന്തകൾ പോരാ. പാടിയിടുമേ മനമേ മനമേ, വാഴ്ത്തിയിടുവാനുണരൂ ഉണരൂ. പാടിയിടുമേ മനമേ മനമേ, വാഴ്ത്തിയിടുവാൻ ഉണരൂ ഉണരൂ. പാടിയിടുമേ മനമേ മനമേ, വാഴ്ത്തി